കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വനിതാ ജഡ്ജി വിചാരണ നടത്തും. ഹൈക്കോടതി ഇത് സംബന്ധിച്ച ഉത്തരവിട്ടു. ഇരയായ നടിയുടെ അപേക്ഷ പരിഗണിച്ചാണ് ഉത്തരവ്. എറണാകുളം CBI കോടതിയിലെ വനിതാ ജഡ്ജിക്കാണ് ചുമതല. 9 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതോടെ ദിലീപ് അങ്കലാപ്പിലായി. ദിലീപിന്റെയും ഒന്നാം പ്രതി പൾസർ സുനിയുടെയും എതിർപ്പ് തള്ളിയാണ് കോടതി ഉത്തരവ്. ഗൂഢാലോചന നടത്തിയ പ്രതി നടൻ ദിലീപ് വിചാരണ കോടതി മാറ്റരുതെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. വിചാരണ എറണാകുളത്തിന് പുറത്തേക്ക് മാറ്റണമെന്നും വനിതാ ജഡ്ജിയെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് നടി നൽകിയ ഹർജിയിൽ കക്ഷി ചേരണമെന്ന ആവശ്യത്തിലാണ് ദിലീപ് ഇക്കാര്യം പറഞ്ഞത്. നടിക്ക് പ്രത്യേക പരിഗണന നൽകരുതെന്നും ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ നിയമപരമായ അവകാശം മാത്രമാണ് നടി ചോദിച്ചതെന്നും അതിന് നിയമം അനുവാദം നൽകുന്നുണ്ടെന്നും ഹൈക്കോടതി അറിയിച്ചു. വിചാരണ എറണാകുളം ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റരുതെന്ന പ്രധാന പ്രതി സുനിൽ കുമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേക കോടതിയും വനിതാ ജഡ്ജിയും വേണമെന്നുള്ള ആവശ്യങ്ങൾ കേസ് നീട്ടിക്കൊണ്ടുപോകാനാണെന്ന് പൾസർ സുനിയും ദിലീപും ഉന്നയിച്ചിരുന്നു. ദിലീപിന്റെ എതിർപ്പ് വിചാരണ വൈകിപ്പിക്കാനാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ ധരിപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വാദം നടക്കുന്നത്. മറ്റ് ജില്ലകളിലേക്ക് കേസ് മാറ്റുന്നത് അഭിഭാഷകർക്കും സാക്ഷികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് വിചാരണ നീളാൻ കാരണമാകും. കേസിലെ പ്രതികളും പ്രധാന സാക്ഷികളും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണ്. അതിനാൽ കേസ് എറണാകുളത്ത് തന്നെ വിചാരണ നടത്തണമെന്നും സുനിൽ കുമാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ജയിലിലായതിനാൽ മറ്റു ജില്ലകളിൽ കേസ് നടത്താൻ വരുമാനമില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ, എറണാകുളം ജില്ലകളിൽ വനിതാ ജഡ്ജിമാരുടെ വിശദാംശങ്ങൾ പരിശോധിച്ചെങ്കിലും ഒഴിവുള്ള വനിതാ ജഡ്ജിമാരില്ലെന്ന് രജിസ്ട്രാർ കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് എറണാകുളം CBI പ്രത്യേക കോടതി ജഡ്ജി ഹണി വർഗീസിന് വിചാരണ ചുമതല ഹൈക്കോടതി നൽകിയത്. പൾസർ സുനിയെ കൂടാതെ ഇയാളെ സഹായിച്ച 6 പേർ പ്രതിപട്ടികയിലുണ്ട്. ഡ്രൈവർ കൊരട്ടി സ്വദേശി മാർട്ടിൻ ആന്റണി, ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശികളായ പ്രദീപ്, വിജേഷ്, തമ്മനം സ്വദേശി മണികണ്ഠൻ, ഇരിട്ടി സ്വദേശി ചാർലി തോമസ് എന്നിവരാണ് മറ്റു പ്രതികൾ. ബലാത്സംഗ ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, സംഘം ചേർന്നുള്ള കുറ്റകൃത്യം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 165 സാക്ഷികളുണ്ട്. 2017 ഫെബ്രുവരി 17-ന് രാത്രിയാണ് പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് സുനിയും കൂട്ടാളികളും കോയമ്പത്തൂരിലേക്ക് കടന്നു. കേസിൽ സുനി ഉൾപ്പെടെയുള്ള പ്രതികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. സുനിൽ കുമാർ അങ്കമാലിയിലെ അഭിഭാഷകന് കൈമാറിയ മൊബൈൽ ഫോണിന്റെയും മെമ്മറി കാർഡിന്റെയും ശാസ്ത്രീയ പരിശോധനാ ഫലം ഫോറൻസിക് വിഭാഗം കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് വിചാരണ വേളയിൽ തെളിവായി കണക്കാക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.